നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് ഹാർബർ തീരത്ത് കടൽ മാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചത് മൂലം കോടികളുടെ നഷ്ടം. ഇഴജന്തുക്കളും വൻമരങ്ങളും. കാണിപ്പയ്യൂരിൽ അങ്കണവാടി അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡ് ചേറ്റുവ പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. വിശദമായ വാർത്തയിലേക്ക്. ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. 3 നിലകളിലാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. 9392 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില എന്നിങ്ങനെയാണ് ഒരുക്കുക. ലിഫ്റ്റ് സൗകര്യവും ഉണ്ടാകും. ഗ്രൗണ്ട് ഫ്ലോറിലും 1-ാം നിലയിലുമായി ഓഫീസ് പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കും. മനോഹരവും വിശാലവുമായ പാർക്കിംഗ് സംവിധാനം, ഫ്രണ്ട് ഓഫീസ് എന്നിവയും സജ്ജമാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് മാസം 4-ന് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 4 പേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ 4 പേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. പോലീസിനെ വെട്ടിച്ച് ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് സാഹസികമായി ഈ രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നത്. പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും തൃത്താല, ചങ്ങരംകുളം എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളും നിലവിലുണ്ട്. പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷൊർണൂർ DYSP ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തൃത്താല CI മനോജ് K ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എടക്കഴിയൂരിൽ കടയിൽ നിന്ന് പട്ടാപ്പകൽ 31,000 രൂപ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഇന്നലെ കടയിലുള്ള ജീവനക്കാരനെ കബളിപ്പിച്ച് പ്രതി 31,000 മോഷ്ടിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പൊന്നാനിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് നിർണായകമായത്. 1 വർഷത്തേക്ക് കാപ്പ പ്രകാരം ജില്ലയിൽ പ്രതിക്ക് പ്രവേശന വിലക്കുണ്ട്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 18ഓളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 സ്വച്ഛ് സർവേക്ഷൺ 2024-25 മികച്ച ശുചിത്വ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം നഗരസഭ സംസ്ഥാന സർക്കാരിൽ നിന്നും ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ പുഷ്പ മുരളി, PV സജീവൻ, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, PHI A രഞ്ജിത്ത്, മഞ്ജു ദിൽ തുടങ്ങിയവർ ചേർന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്.
കുന്നംകുളം നഗരസഭ ഇതോടൊപ്പം ODF+ സർട്ടിഫിക്കേഷനും GSC 1 സ്റ്റാർ റേറ്റിംഗും കരസ്ഥമാക്കിയിട്ടുണ്ട്. പാറേമ്പാടത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന അലങ്കാർ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ചെമ്മണ്ണൂർ സ്വദേശി പ്രതീഷ് സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് അപകടം നടന്നത്. പാറേമ്പാടത്ത് നിന്നും അഗതിയൂർ റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ പ്രതീഷും സ്കൂട്ടറും ബസ്സിനടിയിൽപ്പെട്ടെങ്കിലും സമീപത്തെ കടയിലുള്ളവർ ബഹളം വെച്ചതിനെ തുടർന്ന് ബസ് നിർത്തുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇഴജന്തുക്കളും വൻമരങ്ങളും. കാണിപ്പയൂരിൽ അങ്കണവാടി അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കാണിപ്പയൂർ മംഗളോദയം അങ്കണവാടിയാണ് ഇഴജന്തുക്കൾ നിറഞ്ഞും ഏതു നിമിഷവും നഴ്സറിക്ക് മുകളിലേക്ക് വീഴാറായി നിൽക്കുന്ന വൻമരങ്ങൾ കൊണ്ടും അപകട ഭീഷണിയിലായിരിക്കുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങ നിരന്തരം അങ്കണവാടിയുടെ മുകളിലേക്ക് വീണ് ഷീറ്റുകൾ തകരുകയാണ്. അങ്കണവാടിക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഭീഷണി ഉയർത്തുന്നുണ്ട്. നിരന്തരം തേങ്ങ വീഴുന്നതിനാൽ ഷീറ്റ് തകർത്ത് തേങ്ങ അങ്കണവാടിക്കുള്ളിലേക്ക് വീഴുമെന്ന ഭീതിയിലാണ് കുരുന്നുകളുടെ രക്ഷിതാക്കളും ഇവിടുത്തെ ജീവനക്കാരും. അങ്കണവാടിയോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്നും ഇഴജന്തുക്കളും കുറുനരിയും ഉൾപ്പെടെയുള്ളവയും ഇവിടേക്ക് എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. നഗരസഭ അധികൃതർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP പ്രവർത്തകരായ രാഹുൽ ചന്ദ്രൻ, സുബീഷ്, ബിനു, സൂരജ് എന്നിവർ ആവശ്യപ്പെട്ടു. കാണിപ്പയൂര് 16-ാം വാർഡ് അങ്കൻവാടി സ്ഥിതി ചെയ്യുന്ന അപ്പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്ലാവും തെങ്ങുകളും അംഗൻവാടിക്ക് ഭീഷണിയായി നിൽക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർ കൗൺസിലർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയെടുക്കാൻ ഇതുവരെയും കൗൺസിലർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്വകാര്യ വ്യക്തിയുടെ പ്ലാവിൻ്റെയും തെങ്ങിൻ്റെയും ചക്കകളും തേങ്ങകളും വീണ് ഈ അംഗൻവാടിയുടെ ഷീറ്റുകൾ മൊത്തം നശിച്ച രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് കൗൺസിലർ ഇത് മുറിച്ച് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ നഗരസഭ എത്രയും പെട്ടെന്ന് ഇവർക്ക് നോട്ടീസ് കൊടുത്തത് മുറിപ്പിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുമാണ് ഞങ്ങൾക്ക്. വരവൂർ പഞ്ചായത്ത് 13-ാം വാർഡ് ദേവിച്ചിറ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം തിച്ചൂർ വായനശാല ഹാളിൽ നടന്നു. തിച്ചൂർ സെന്ററിൽ നിന്നും നാദസ്വരം, കാവടി എന്നിവയുടെ ഘോഷയാത്രയായാണ് തൊഴിലാളികൾ എത്തിയത്. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VT സജീഷ് അധ്യക്ഷനായി. CDS മെമ്പർ NK സരോജിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദമണി, വിമല പ്രഹ്ലാദൻ, മെമ്പർമാരായ VK സേതുമാധവൻ, PK അനിത, NREG AE AB സിന്ധു, ഉദ്യോഗസ്ഥ V വിധു, മേറ്റ് M ശ്രീദേവി, വായനശാല സെക്രട്ടറി K സുദാസ് എന്നിവർ സംസാരിച്ചു. 5 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൂനമുച്ചി സത്സംഗ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം 2025 വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് മാസ്റ്റർക്ക് സമ്മാനിച്ചു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പ്രസ് ഫോറം സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഗുരുവായൂർ ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ നളിൻ ബാബു, സാമൂഹിക പ്രവർത്തകനായ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അമ്പിളി പീറ്റർ പ്രശസ്തി പത്രം വായിച്ചു. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ സമൂഹത്തിനു വേണ്ടി ചെയ്യുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന് മറുപടി പ്രസംഗത്തിൽ KR ജോർജ് മാസ്റ്റർ പറഞ്ഞു. സത്സംഗ് കോർഡിനേറ്റർ ജോമി ജോൺസൺ സ്വാഗതവും അനന്യ PS നന്ദിയും പറഞ്ഞു. ഒറ്റയാൾ സമരത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് മാസ്റ്റർക്ക് അവാർഡ് സമ്മാനിച്ചത് എന്ന് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഫ്രെഡി KB അറിയിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ ഹെഡ്മാസ്റ്ററും ട്രിച്ചൂർ ട്രോഫി സ്ഥാപകനുമായ മറ്റം കാക്കശ്ശേരി വീട്ടിൽ KO ജെയിംസ് മാസ്റ്റർ നിര്യാതനായി. 69 വയസ്സായിരുന്നു.
ഹൈസ്കൂൾ അധ്യാപകനായിരിക്കെ 7 കേരള നേവൽ NCC ഓഫീസറായിരുന്നു. 27 വർഷക്കാലം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി മതബോധന അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വാഗ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ട്രസ്റ്റിയായും മറ്റം ഫൊറോന പള്ളി ട്രസ്റ്റിയായും കാക്കശ്ശേരി സമാജം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ വ്യവസായ സംരംഭം നടത്താൻ പലരും താൽപ്പര്യപ്പെടാത്തപ്പോൾ സഹോദരൻ തോമസ് മാസ്റ്ററുമായി ചേർന്ന് ട്രിച്ചൂർ പബ്ലിക്കേഷനും പിന്നീട് ട്രിച്ചൂർ ട്രോഫീസും ആരംഭിച്ചു. നാട്ടിലുള്ള 40ഓളം പേർക്ക് വരുമാനമാർഗമായി ട്രിച്ചൂർ ട്രോഫീസിനെ വളർത്തിയെടുത്തു. ട്രിച്ചൂർ ട്രോഫീസ് മറ്റു സ്ഥലങ്ങളിൽ ഇന്ന് മറ്റം ട്രോഫിയായി അറിയപ്പെടുന്നു. മറ്റം എന്ന ഗ്രാമത്തിന്റെ പേര് എല്ലായിടത്തും എത്തിക്കുന്നതിന് ട്രിച്ചൂർ ട്രോഫീസിന് സാധിച്ചു. 10ലധികം തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മറ്റം ട്രോഫികൾ സമ്മാനമായി വിതരണം ചെയ്തിട്ടുണ്ട്. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച്, സാന്ത്വന പാലിയേറ്റീവ് കെയർ മറ്റം, എളവള്ളി ക്ഷീര വ്യവസായ സംഘം, മറ്റം സഹകരണ സംഘം എന്നിവയിലെ മെമ്പറായിരുന്നു. എലിസബത്താണ് ഭാര്യ. ഗുരുവായൂർ മെയിൻ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ ക്ലിന്റ് മകനും പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപിക ക്രിസ്റ്റി മകളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. ഗുരുവായൂർ നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രത്യുഷ, AC രഘു എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ തൊഴിലാളി വർഗം പോരടിക്കുമ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറിന് അഭിവാദ്യങ്ങൾ നേർന്ന് സർ CPക്ക് കത്തയച്ചവരാണ് സംഘപരിവാർ എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. ഗുരുവായൂർ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുത്തലത്ത് ദിനേശൻ. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് പ്രവർത്തകർ അനുസ്മരണ ചടങ്ങിനെത്തിയത്. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടുന്നു. സുമനസ്സുകൾ പിന്തുണയ്ക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. പെരുവലൂർ പുല്ലൂർ പൂവന്ത്ര 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നത്. ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് എന്നിവർ രക്ഷാധികാരികളായും 2ാം വാർഡംഗം TG പ്രവീൺ ചെയർമാനും PK ഷമ്മികുമാർ കൺവീനറും PG ബാജി ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പേ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണെന്ന് ഭാരവാഹികളായ TG പ്രവീൺ, PK ഷമ്മികുമാർ, PG ബാജി, VT ശ്രീകൃഷ്ണൻ, TV ശശി എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എല്ലാ ക്ലബ്ബ് ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് ഒരു സമിതി കൂടുകയും അതിൽ ബഹുമാന്യ കേന്ദ്രമന്ത്രി, അതുപോലെ മുരളി പെരുന്നെല്ലി MLA, ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഞങ്ങൾ അന്ന് അവരൊക്കെ ഇല്ലെങ്കിലും മറ്റേ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം കൂടിയത്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ഏതാണ്ട് 15 ലക്ഷം രൂപ ചെലവാണ് അദ്ദേഹത്തിന് വരുന്നത്. 2 വൃക്കകളും ആൾക്ക് തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മള് സുമനസ്സുകളുടായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. കാട്ടകമ്പൽ പള്ളിക്ക് മുന്നിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലെ കാനകൾ സ്ലാബ് നിരത്തി മൂടി അപകടം ഒഴിവാക്കണമെന്നും കാട്ടകമ്പൽ ചിറക്കൽ റോഡിലെ പലയിടത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പൂരത്തിനോടനുബന്ധിച്ച് നടത്തിയ തട്ടിക്കൂട്ട് ടാറിംഗ് പലയിടത്തും ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടതായും
വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായും യോഗം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോർജ് കൊള്ളനൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, മോൻസി ചെറുവത്തൂർ, രാജൻ പഴുന്നാൻ, ബെൻസൺ ബാബു, കുഞ്ഞൻ പെരുന്തുരുത്തി എന്നിവർ സംസാരിച്ചു. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡ് ചേറ്റുവപ്പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. കടപ്പുറം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PK മൊയ്തുണ്ണി ഹാജിയുടെ മക്കളായ സുൽഫിക്കർ ഹാജി, ഷെരീഫ്, നൂർജഹാൻ, ഷിഹാബുദ്ദീൻ എന്നിവർ 12 സെന്റും കുറുപ്പത്ത് കായൽ ബക്കർ 2 സെന്റും സംയുക്തമായി ചേർന്ന് 14 സെന്റ് ഭൂമി ദാനമായി നൽകിയപ്പോഴാണ് നിരവധി വീടുകൾക്ക് 10 അടി വീതിയിൽ റോഡ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ഭൂമി നൽകിയവർക്ക് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഉള്ളപ്പോഴാണ് ഈ സത്പ്രവൃത്തി ശ്രദ്ധേയമാകുന്നത്. ഭൂമിയുടെ രേഖകൾ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റിനെ MA സുൽഫിക്കർ ഹാജി, ഷിഹാൽ അണ്ടിപ്പാട്ടിൽ എന്നിവർ ചേർന്ന് കൈമാറി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ചേലോട്ടുങ്ങൽ ഷറഫു, PV ഹൈദരലി, ഖത്തർ KMCC അംഗം LV ത്വൽഹത്ത്, റോഡ് നിർമ്മാണ സമിതി അംഗങ്ങളായ PV അബൂബക്കർ, കാസിം മേനോത്ത്, നാസർ PV, വിഷ്ണു KR എന്നിവർ പങ്കെടുത്തു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടത്തി. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ നടന്ന സമ്മേളനം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി സെക്രട്ടറി ഫാദർ ആന്റണി കൂടത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തിരുവചന സന്ദേശം നൽകി. CSI പള്ളി വികാരി ഫാദർ KC ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സൊസൈറ്റിയുടെ കുന്നംകുളം ബ്രാഞ്ച് സെക്രട്ടറി ജോസ് ഫ്രാൻസിസ് വാർഷിക റിപ്പോർട്ടും ഡോക്ടർ ലോവ്സൺ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സൊസൈറ്റി നടത്തിയ ബൈബിൾ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണം നടത്തി. സമ്മേളനത്തിൽ ബൈബിൾ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു. സൊസൈറ്റി മാർക്കറ്റിംഗ് ഓഫീസർ എൽസൺ പോൾ, ചാലിശ്ശേരി മാർത്തോമ പള്ളി വികാരി ഫാദർ സുനു കോശി, കുന്നംകുളം ബ്രാഞ്ച് ട്രഷറർ ഡോക്ടർ KC ലോവ്സൺ, CV സാബു എന്നിവർ നേതൃത്വം നൽകി. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് ഹാർബർ തീരത്ത് കടൽ മാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചത് മൂലം കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. 50, 45, 60 ആളിലൊക്കെയാണ് ഈ പട്ടിണി കിടക്കുന്നത്. ഓരോ വള്ളത്തും വരും. അങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് 10, 25 വള്ളം. പിന്നെ ചേറ്റുവ പിടിച്ച് അങ്ങോട്ടേക്ക് അഴീക്കോട് വരെ കണ്ടമാനം വള്ളങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് നഷ്ടങ്ങൾ സഹിക്കാൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഈ വലകളൊക്കെ അടക്കാനുള്ള കൂലി വരിക. വലയെറിയുമ്പോൾ മീനിനു പകരം കൊടുങ്ങുന്ന കടൽമാക്രികൾ എന്നറിയപ്പെടുന്ന പഫർ ഫിഷുകൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയോളം വില വരുന്ന വലകളാണ് നശിച്ചത്. മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകളിൽ മിക്ക വലകളും കടൽമാക്രികൾ മുറിച്ചു നശിപ്പിച്ച നിലയിലാണ്. പിന്നീട് കടലിലേക്ക് പോകണമെങ്കിൽ പുതിയ വല വേണം. അതിനാൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിൻ്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദീൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KK വേദുരാജ്, നേതാക്കളായ KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താഖലി, അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവരാണ് സ്ഥലത്തെത്തിയത്. കടലിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ആദ്യമല്ല. പക്ഷേ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒരു കടന്നാക്രമണം പോലെ, ഒരു ആസൂത്രിതമായ കടന്നാക്രമണം പോലെ കടൽ മാക്രികളുടെ വലിയ ഒരു സങ്കേതം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വലകളൊക്കെ കേടുപാട് മാറ്റി വരുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഉണ്ടാവുകയാണ്. ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്ഥലം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതം മുഴുപട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഈ പ്രദേശവും മത്സ്യത്തൊഴിലാളികളെയും സന്ദർശിച്ച് അർഹമായ ആനുകൂല്യങ്ങൾ നൽകി ഈ പ്രയാസത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക്
ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ PhD നേടിയ ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസിനെ വേലൂർ ചിന്താവേദി വായനശാല ആദരിച്ചു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷനായി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് സംസ്കൃതം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജസ്റ്റിൻ ജോർജ് മുഖ്യാതിഥിയായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, ചിന്താവേദി സെക്രട്ടറി PR അനന്തകൃഷ്ണൻ, ട്രഷറർ TK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ചിന്താവേദി വായനശാല സ്ഥാപകാംഗവും പൊതുപ്രവർത്തകനുമായ AV ഫ്രാൻസിസിന്റെയും അന്തരിച്ച ജസീന്തയുടെയും മകളാണ് ഡോക്ടർ കീർത്തി മേരി ഫ്രാൻസിസ്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ലഹരി വിരുദ്ധ ചുമർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ വിവിധ തലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതവും കുടുംബവും ലഹരിയായി മാറേണ്ടതിന്റെ ചിത്രങ്ങളാണ് ചുമരിൽ വരച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ വൃന്ദ KV അധ്യക്ഷയായ യോഗത്തിൽ സീനിയർ അധ്യാപിക ശ്രീകല MP, UP ടീച്ചർ R ദീപ തുടങ്ങിയവർ സംസാരിച്ചു. NSS വളണ്ടിയർ KA ആര്യ സ്വാഗതവും ആര്യ C നായർ നന്ദിയും പറഞ്ഞു. ലീഡർമാരായ അനന്തകൃഷ്ണൻ, ഗായത്രി ബാബു, ഇമ്മാനുവൽ, അഭിനയ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ആറ്റത്രയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്ത് CD വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ പറമ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി മലമ്പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. 10 അടിയിലധികം വലിപ്പമുള്ളതാണ് മലമ്പാമ്പ്. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ LF കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെബിൻസി ഉദ്ഘാടനം ചെയ്തു. മൾട്ടിമീഡിയ വിഭാഗം വിദ്യാർത്ഥിനികൾ എടുത്ത ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രദ്ധേയരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, ഫോട്ടോ മെമ്മറി ഷെയറിംഗ്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തങ്കോട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകുവാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത്. സ്കൂളിലെ NSS വളണ്ടിയർമാരും സൂചി നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ, റോമിത്, ലിയ, നിവേദ്യ കൃഷ്ണ, മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത്. ചിറമനേങ്ങാട് കനിവ് വൃദ്ധസദനത്തിലെ 20 മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത്. വൃദ്ധസദനത്തിൽ ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മാക്സികൾ ഒരുക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മാക്സി തയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ശിശുദിനത്തിന്റെ അന്ന് അംഗനവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബ തയ്ച്ചു കൊടുത്തിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ വർഷം വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി. അപ്പൊ അങ്ങനെ ഞങ്ങൾ തയ്ക്കാന്ന് വിചാരിച്ചു. വേണ്ടി പോയപ്പോ അവർ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലവർക്ക് കളേഴ്സ് വ്യത്യാസം, അതുപോലെ ഡിസൈൻസ് ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട്. NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് കുട്ടികൾ 20 അന്തേവാസികൾക്കാണ് കുട്ടികൾ മാക്സികൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനം നൽകുവാനും അതിലൂടെ സാമൂഹ്യ സേവനം ചെയ്യുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, പ്രിൻസിപ്പാൾ V സ്മിത, ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട്. PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതോടൊപ്പം സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനവുമാണ്
NSS യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കനിവ് വൃദ്ധസദനത്തിലെ അന്തേവാസികളായ അമ്മമാർക്ക് വേണ്ടി മാക്സി കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അത് കുട്ടികൾ തന്നെ തയ്ച്ചു നൽകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളുടെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക, നമ്മളുടെ NSS യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി NSS വിദ്യാർത്ഥികൾ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന നടത്തി ആ പണം കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് ഓണക്കോടി വാങ്ങി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ജുബ്ബകൾ തയ്ച്ചു നൽകിയിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. മരത്തങ്കോട് മാർ പിലക്സിനോസ് UP സ്കൂളിൽ ഹരിത ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ മാനേജർ പ്രതിനിധി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി ഔഷധത്തോട്ട നിർമ്മാണം, ചങ്ങാതിക്കൊരു തൈ, കേരകൽപ്പ ചലഞ്ച് തുടങ്ങിയ വിവിധ പരിപാടികൾ നടപ്പിലാക്കും. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, MPTA പ്രസിഡന്റ് ഹസീന, PTA സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകും. പ്രധാനാധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകരായ സ്നേഹ വിൽസൺ, ES ലീന, CM സീനത്ത്, K ജീന ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയുടെ 81ാമത് ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ സെന്ററിൽ ചേർന്ന അനുസ്മരണ ചടങ്ങ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. KS വാസു, വേണു കിഴക്കാളൂർ, വത്സൻ ജോർജ്, RK സൈദുമോൻ, സിംസൺ കൂത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ജനറൽ സെക്രട്ടറി KC ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, KV ഗീവർ, ബിജു സി ബേബി, ഷാജി ആലിക്കൽ, ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൺസി, ലബീബ് ഹസൻ, രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ജുലാൽ പരിസരത്ത് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥനയോടെ സമാരംഭം കുറിച്ച സദസ്സ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. സദ്ഭാവന പ്രതിജ്ഞയുമെടുത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ കൗൺസിലർ KP റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ബാലൻ വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, ശിവൻ പാലിയത്ത്, TK ഗോപാലകൃഷ്ണൻ, CK റിമൺ, മുൻ കൗൺസിലർ C അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK രഞ്ജിത്ത്, സിൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആധുനികതയിലേക്ക് നയിച്ചും പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് ജയശങ്കർ പറഞ്ഞു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു സി ജോബ്, NK അബ്ദുൾ മജീദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രം റോഡ് കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. പുത്തൻകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദൃശ്യ T മനോഹർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, രാജി വേണു, PK അസീസ്, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായ യോഗം ചേർന്നു. 51-അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. 23-ന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്കധ്യാനം നടക്കും. സെന്റ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും. 24-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം 8 നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവയുണ്ടാകും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കീം മോർ കൂറിലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാബ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിൻ്റെ വിശുദ്ധ സോനോറെ വണക്കം, അത്താഴ സദ്യ എന്നിവയുണ്ടാകും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ ജിനു നോബി എന്നിവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കൊള്ളയടിക്കുന്ന മെഡിസെപ് പദ്ധതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ UDF നിയോജക മണ്ഡലം ചെയർമാൻ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജെയ്സൺ, റൈജു, ജിജോ, സുജ, HM ഫോറം കൺവീനർ സൈമൺ, ജില്ലാ ഭാരവാഹികളായ AD സാജ, ജിൽസൺ, മോഹിത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വാട്ടർ കൂളറുകൾ സമർപ്പിച്ചു. റോട്ടറി ക്ലബ് സേലം, ആകാശ് അക്വാടെക് ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് 2 കൂളർ സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, പ്ലംബിംഗ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായി. നാടിന്റെ മുത്തശ്ശി 100 പിന്നിട്ട മാതിരിയേടത്തേക്ക് യാത്രാമൊഴി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഇടവകാംഗമായ കുന്നംകുളം കാണിപ്പയ്യൂർ പുലിക്കോട്ടിൽ ഇട്ടൂപ്പിന്റെ ഭാര്യ മാതിരിയേടത്തി പ്രായത്തിന്റെ അവശതകളെ തോൽപ്പിച്ച സാന്നിധ്യമെന്നാണ് സഭാജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 20, 21 തീയതികളിൽ നടന്ന പള്ളിപ്പെരുന്നാൾ വരെ സജീവമായിരുന്നു അവർ. കഴിഞ്ഞ വർഷം 8 നോമ്പ് പെരുന്നാളിന്റെ ആരംഭം മുതൽ 8 ദിവസവും മാതാവിന്റെ മധ്യസ്ഥത യാചിച്ച് പള്ളിയിൽ താമസിച്ചു. ഏകദേശം 5 വർഷം മുമ്പ് വരെ 8 നോമ്പ് റാസയിൽ വെള്ളിക്കുട പിടിച്ച് വിശ്വാസപൂർവ്വം പങ്കെടുത്തിരുന്ന മാതിരിയേടത്തിക്ക് സെപ്റ്റംബർ 8-ന് വിവാഹ വാർഷികം കൂടിയായതിനാൽ പെരുന്നാളിൽ പങ്കെടുക്കുക സന്തോഷമായിരുന്നു. 2 വർഷം മുമ്പ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരമൊരുക്കി. 2011 മുതൽ മഞ്ഞനിക്കര ദയറായിൽ വിശ്രമിക്കുന്ന പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാബയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സ്വന്തം ഇടവകയായ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം 97 വയസ്സുവരെ തീർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു. മഞ്ഞനിക്കരയിൽ കാലം ചെയ്ത ബന്യാമിൻ തിരുമേനിയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ആത്മീയ ആവേശമായിരുന്നു. ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കാലം ചെയ്ത പരിശുദ്ധ സ്ലൈബാമോർ ഒസ്താത്തിയോസ് ബാബയെ ഏറെ ഇഷ്ടമായിരുന്നു. ബാബയുടെ ശ്രാദ്ധ പെരുന്നാളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്നു. 2019 നവംബർ 27-ന് തിരുവനന്തപുരത്ത് വെച്ചു നടന്ന ആർച്ച് ആക്ട് സമരത്തിലും സാന്നിധ്യം അറിയിച്ചു. 3 ആഴ്ച മുമ്പ് തൊഴിയൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയിരുന്നു. പിന്നീട് ക്ഷീണിതയായി. എവിടെ പോകുമ്പോഴും കൂടെ കൂട്ടിയിരുന്ന സഞ്ചിയിൽ കൽക്കണ്ടം സൂക്ഷിച്ച് പ്രിയപ്പെട്ടവർക്ക് സ്നേഹമധുരമേകി. വിയോഗ വിവരമറിഞ്ഞ് നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ വീട്ടിലെത്തിയത്. ബീന, പരേതരായ ബേബി, ബിൽബി എന്നിവർ മക്കളാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24-നകം പൂർത്തിയാക്കേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുമെന്നും ഇനിയും ചെയ്യാത്തവർ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു.
വേലൂർ കിരാലൂർ വിശ്വാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 43ാമത് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സെബിൻ MP, സെക്രട്ടറി ആൻഡു PJ, ട്രഷറർ ജോഷുവ VJ, ജനറൽ ക്യാപ്റ്റൻ ആദർശ് MB, സ്പോർട്സ് കോർഡിനേറ്റർ ഫെർണാണ്ടസ് NF, ആർട്സ് കോർഡിനേറ്റർ അനു PJ, മീഡിയ കൺവീനർ ഡെയ്സൺ PD തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9180 രൂപ, പവന് 73,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചരമം ആറ്റത്ര നീലങ്കാവിൽ പരേതനായ തോമസ് ഭാര്യ ലിസി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ബിന്ദു, സിന്ധു, സന്ധ്യ, ആൻഡു എന്നിവർ മക്കളാണ്. മമ്മിയൂർ പരേതനായ അറക്കൽ കുര്യാക്കുവിന്റെ മകൾ റോസ നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. പഴഞ്ഞി ഐനൂർ AKG നഗറിൽ പാലയൂർ പറമ്പിൽ പരേതനായ താമി ഭാര്യ ചീരു നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം ഐനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടത്തി. മോഹനൻ, തിലകമണി, രംഗനാഥൻ, പരേതനായ ഗോപി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കുന്നംകുളം നഗരസഭയുടെ അനക്സ് കെട്ടിടത്തിന് സാങ്കേതികാനുമതി ലഭിച്ചു. AC മൊയ്തീൻ MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കും. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് ഹാർബർ തീരത്ത് കടൽ മാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചത് മൂലം കോടികളുടെ നഷ്ടം. ഇഴജന്തുക്കളും വൻമരങ്ങളും. കാണിപ്പയ്യൂരിൽ അങ്കണവാടി അപകട ഭീഷണിയിൽ. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സുമനസ്സുകളുടെ മാതൃകാ പ്രവർത്തനം. 14 സെന്റ് ഭൂമി ദാനമായി നൽകിയതോടെ വഴിമുട്ടിയ കുടുംബങ്ങൾക്ക് ഗതാഗത സൗകര്യമായി. കടപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡ് ചേറ്റുവപ്പാടം പ്രദേശത്ത് 14 സെന്റ് ഭൂമി വഴിക്കായി വിട്ടു നൽകിയപ്പോൾ റോഡ് സൗകര്യം സാധ്യമായതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.